തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൃത്യമായ ദിശാബോധത്തോടുകൂടി പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിൽ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കുമെല്ലാം അധികാര വികേന്ദ്രീകരണത്തിന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നും ഫണ്ടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വിന്യാസവും എല്ലാം നടത്തി മുന്നോട്ടേക്ക് പോകുന്ന സ്ഥിതിക്ക് അറുതി വരുന്ന പുതിയ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണം ഈ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അതിന്റെ ആദ്യഘട്ടം മുതൽ ആരംഭിച്ച ഒരു അജണ്ടയാണ്. 1957 സഖാവ് EMSന്റെ ഗവൺമെന്റാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെന്റുകളെന്ന നിലയിൽ അധികാരവും അതുപോലെ തന്നെ പണവും ഉദ്യോഗസ്ഥ വിന്യാസവും വേണം എന്ന കാര്യം ആലോചിച്ച് അതിനുവേണ്ടി ഒരു പ്രത്യേക കമ്മീഷനെ തന്നെ നിശ്ചയിച്ചു. അതാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഇടപെടൽ. അധികാര വികേന്ദ്രീകരണത്തിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഒരു ഇടപെടൽ നടന്നത് 57 സഖാവ് EMSന്റെ ഗവൺമെന്റിന്റെ കാലത്താണ്. ആ ഗവൺമെന്റ് വിമോചന സമരത്തെ തുടർന്ന് അവസാനിച്ചപ്പോൾ അന്ന് നിശ്ചയിച്ച കമ്മീഷൻ അധികാര വികേന്ദ്രീകരണത്തിന് കൃത്യമായ ദിശാബോധം നൽകുന്ന ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പക്ഷേ ആ റിപ്പോർട്ട് പിന്നീട് ഇടതുപക്ഷ ഗവൺമെന്റിന്, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് നടപ്പിലാക്കാനുള്ള അവസരം ലഭിച്ചില്ല. അതിനെ തുടർന്ന് അധികാരത്തിൽ വന്ന വലതുപക്ഷ ശക്തികൾ ഈ അധികാര വികേന്ദ്രീകരണത്തെപ്പറ്റി പഠിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പിലാക്കിയുമില്ല. അതിനുശേഷം കൃത്യം ഏതാണ്ട് 8-9 വർഷം കഴിഞ്ഞപ്പോൾ 1967 ഗവൺമെന്റാണ് കൃത്യതയോടുകൂടി അധികാര വികേന്ദ്രീകരണത്തിന്റെ പ്രശ്നം വീണ്ടും ചർച്ച ചെയ്യുകയും വളരെ ഫലപ്രദമായ രീതിയിൽ നമുക്കെങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമെന്നുള്ള ആലോചനയും പരിപാടിയും ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം, ആ ഗവൺമെന്റ് പൂർത്തിയാക്കി മുമ്പോട്ടേക്ക് പോയതിനു ശേഷം പിന്നീട് അധികാരത്തിൽ വന്ന UDFന്റെ ഗവൺമെന്റും ആ തരത്തിലുള്ള ഒരു നീക്കം നീങ്ങിയില്ല. യഥാർത്ഥത്തിൽ 1980 സഖാവ് നായനാരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോഴാണ് ജില്ലാ കൌൺസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും നിയമനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഭാഗമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. പക്ഷെ അതുതന്നെ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ ഗവൺമെന്റ് അതിന്റെ അകത്തുണ്ടായിരുന്ന ആന്റണി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ശക്തിയായ എതിർപ്പിനെ തുടർന്ന് അതിലുദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ 1980 ഗവൺമെന്റിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഞാനതിന്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുകയല്ല. ഇങ്ങനെ അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടും പ്രാദേശിക ആസൂത്രണത്തിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തി മുമ്പോട്ടേക്ക് വന്ന ചിത്രം ഞാൻ ഹ്രസ്വമായിട്ട് വിശദീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും വർത്തമാന കാലഘട്ടത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിൽ വളരെ ഫലപ്രദമായ രീതിയിൽ അധികാര വികേന്ദ്രീകരണം, പിന്നീട് ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം, ഇങ്ങനെ നിരവധിയായ മേഖലകളിലൂടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനും അധികാര വികേന്ദ്രീകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നല്ലതുപോലെ ഫണ്ട് അനുവദിക്കാനും ഒക്കെ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക ഗവൺമെന്റ് എന്ന നിലയിൽ നമ്മുടെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എല്ലാം മാറിയത്. നമുക്കറിയാം, ഇപ്രാവശ്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ആദ്യം സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ചതാണ്. ആ ബഡ്ജറ്റിൽ നമുക്കറിയുന്നത് 10,189 കോടി രൂപ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് മാറ്റിവെച്ചതാണ്.
11,189 കോടി റുപ്യ. അതിവര് മാറ്റി. പുതിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോ ധനകാര്യ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 8,685 ചുരുക്കി പറഞ്ഞാൽ 1,533.55 കോടി ഉറുപ്പിക ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കിട്ടേണ്ടുന്ന പണം കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നമ്മുടെ അവസാനത്തെ ഗഡു നൽകേണ്ടത്. സ്വാഭാവികമായിട്ടും അവസാനത്തെ ഗഡു കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. സ്പില്ലോവറായിട്ട് ആ പണം തീരുമാനിക്കും എന്നാണ് നമ്മളന്ന് തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ടും അവസാനത്തെ ഗഡു ഇതിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കപ്പെട്ട സാഹചര്യത്തിൽ ആ പണവും ഇപ്രാവശ്യത്തെ ഒന്നാമത്തെ ഗഡു 3,000 കോടി ഉറുപ്പികയും ഫലപ്രദമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ആ പണവും കിട്ടിയില്ല. മാത്രമല്ല, ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ നമുക്കറിയുന്നത് പോലെ ഏതാണ്ട് 1,500ഓളം കോടി ഉറുപ്പിക അതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1 ലക്ഷത്തിലധികം വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിക്കേണ്ടിയിരുന്നു. അതും ലഭിക്കുന്ന നില ഉണ്ടായില്ല. നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ നേതാക്കളെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. മറ്റ് വിശദീകരണത്തിലേക്കൊന്നും ഞാനിപ്പോഴും കടക്കുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയംഭരണ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന UDF ഗവൺമെന്റിന്റെ നിലപാടിനെതിരായി കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലെയും അതിന്റെ ചെയർമാൻമാരുൾപ്പെടെ അതിന്റെ കൌൺസിലർമാരുൾപ്പെടെ മുഴുവൻ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമാണ്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരെ തന്നെയാണ് മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും ഭരണസാരഥികളായി വന്ന UDFന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരും. അവരിപ്പോഴും പൂർണ്ണമായിട്ട് സമരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഭാവിയിൽ അവരെല്ലാം ശക്തിയായ പ്രക്ഷോഭങ്ങളിലേക്ക് സമരങ്ങളിലേക്ക് വരേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതെല്ലാം അടച്ചു പൂട്ടിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുകയാണ്. ജനസേവനത്തിന്റെ ഭാഗമായിട്ട് ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പോലും ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തുകൾക്ക് മുനിസിപ്പാലിറ്റികൾക്ക് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാനാവുന്നില്ല. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതിലെല്ലാം ശക്തിയായിട്ട് ഇടപെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. നേടിയെടുത്ത അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ UDFന്റെ ഗവൺമെന്റ്, VD സതീശന്റെ ഗവൺമെന്റ് മുന്നോട്ടേക്ക് വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ജനകീയ പ്രസ്ഥാനത്തിനുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്, അതിന്റെ ഭാഗവാക്കുകളായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികൾക്കുണ്ട്.